ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു നെമ്മീൻ കറി ആയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 3/4 കിലോളം നെമ്മീൻ കഴുകി വൃത്തിയാക്കി പീസാക്കി വെച്ചത്. അതിനകത്ത് ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 10 ചുമന്നുള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. 3-4 ദിവസമൊക്കെ വെക്കുന്ന മീൻകറി വെച്ചിരിക്കേണ്ട മീൻകറിക്കകത്ത് ചുമന്നുള്ളി ഇടണ്ട. 1-2 ദിവസം നമുക്ക് കൂട്ടി തീർക്കാൻ പറ്റുന്ന മീൻകറിയാണെങ്കിൽ ചുമന്നുള്ളി ഇടാം. പിന്നെ ഒരു കുടംപുളി വെള്ളത്തിലിട്ടത് 2 ചെറിയ പീസ്, അത് തിളപ്പിച്ചാറ്റി വെള്ളത്തിലിട്ടത്. പിന്നെ ഈ മസാലയെന്ന് പറയുന്നത് 2 സ്പൂൺ ടേബിൾ സ്പൂണാണേ കാശ്മീരി, ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണേ. ഇവിടെ അത് അധികം യൂസ് ചെയ്യാത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ മുളക് പൊടി ഇടാം. കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത്, ഞാനിവിടെ ഉപ്പുവെള്ളമാണ് ചേർക്കുന്നത്. എന്ന് വെച്ചാൽ ഉപ്പുപൊടി ഞാൻ പറയത്തില്ല ചേർക്കരുതെന്ന് പറഞ്ഞു. ഉപ്പ് വെള്ളത്തിനകത്ത് നല്ലതുപോലെ കുഴച്ച് വെക്കണം. അതല്ലെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ കുഴച്ച് വെക്കണം. എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ മസാല അടുക്കി പിടിക്കത്തില്ല. അല്ലെങ്കിൽ നമ്മൾ പൊടി ആ ചട്ടിക്കകത്ത് ഇടുമ്പോഴത്തേക്ക് മുളക് പൊടി അടുക്കി പിടിക്കും, അപ്പോൾ ടേസ്റ്റ് മാറും. അപ്പം നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ചട്ടി അടുപ്പിൽ വെച്ചു. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ കടുക് 1/2 ടീസ്പൂണ്, പിന്നെ 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ടു. ഉലുവ പൊടി ഞാൻ ഇട്ടില്ല, അതിന് പകരമാണ് മുഴുവൻ ഉലുവ ഇട്ടത്. ഇനി നമുക്കിത് ഇട്ടിക്കഴിഞ്ഞിട്ട് ഓരോന്നോരോന്നായിട്ട് ചേർക്കാം. ഇപ്പം കടുകെല്ലാം പൊട്ടി. ഇപ്പം കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ചേർക്കാം. ഇവിടെ കറിവേപ്പില ഇല്ല, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ടൊമാറ്റോ താമസിക്കുന്നവർക്ക് അതൊരു നൊസ്റ്റാൾജിയ. സത്യത്തിൽ നാട്ടിൽ പോകുമ്പോൾ മാത്രമേ കറിവേപ്പില കൊണ്ടുവരും. പിന്നെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന വിഷമല്ലേ. അതിൻ്റെ കറിവേപ്പില സ്റ്റോക്ക് തീർന്ന് നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുവരാം. അപ്പം കറിവേപ്പില ഉള്ളവർ തീർച്ചയായിട്ടും ഇടണം. അത് ഈ കറിക്ക് ഇരട്ടി ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം നമ്മളിട്ട് നന്നായിട്ട് വഴറ്റുക. നല്ല ഗോൾഡൻ കളറാക്കണേ. അപ്പം ഉള്ളിയെല്ലാം നല്ല ഗോൾഡൻ കളറായി. ഇനി നമുക്ക് മസാല ചേർക്കണം. തീ നല്ലതുപോലെ സിമ്മിലിട്ടേക്കണം, അല്ലെങ്കിൽ ഓഫ് ചെയ്യുകയോ ചെയ്യണം. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ മസാല കുഴച്ച് വെച്ചേക്കുന്നില്ലേ, അപ്പോൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ കരിയാൻ ചാൻസ് ഉണ്ട്. ഒരിക്കലും തീ കൂട്ടിയിടരുത്. ഒന്നി തീ ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ ചെറിയതിൽ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ പൊടി ഇടുന്നതിന് വരെ ഇങ്ങനെ വെള്ളത്തിൽ കുഴച്ച് വെച്ചിട്ട് ഇടുവാണെങ്കിൽ അത് അടിക്കും പിടിക്കത്തില്ല, മസാല കരിയത്തില്ല. എന്നിട്ട് ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് നല്ലതുപോലെ എണ്ണ തേടണം, വഴറ്റിയെടുക്കണം. ഈ വലിയ മീനൊക്കെ വെക്കുമ്പോൾ നമ്മൾ തക്കാളി ചേർക്കത്തില്ല, മല്ലിപ്പൊടിയും ചേർക്കത്തില്ല. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറും. ചെറിയ മീൻ, അയില, ചാളയൊക്കെ വെക്കുവാണെങ്കിൽ നമുക്ക് തക്കാളിയും മല്ലിപ്പൊടിയൊക്കെ ചേർക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ എണ്ണയ്ക്കകത്ത് ഇട്ട് കിടന്ന് മാറട്ടെ. പച്ചമണം നല്ലതുപോലെ മാറണം. ഞാൻ തീ ഓഫ് ചെയ്തിട്ട് നല്ലതുപോലെ വാടി പച്ചമണം മാറി കഴിയുമ്പോൾ നമ്മൾ പുളി വെച്ചിട്ടില്ലേ വെള്ളത്തിൽ, കുടംപുളി, അത് ഇതിനകത്തോട്ട് ആഡ് ചെയ്യണേ. ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ ഇളക്കിയെടുക്കാം. പുളിവെള്ളമെല്ലാം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളം, അത് തിളപ്പിച്ചാറ്റിയ വെള്ളം ഒഴിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ കറിയുടെ ടേസ്റ്റ് പോകും. അപ്പോൾ ഞാൻ തിളപ്പിച്ചാറ്റിയ വെള്ളം 1 ഗ്ലാസ് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഈ അരപ്പ് നന്നായിട്ട് തിളയ്ക്കണം. തിളച്ചിട്ടേ മീൻ കഷ്ണങ്ങൾ പറക്കിയിടാം. നമുക്കത് മൂടി വെക്കാമേ. അരപ്പ് നന്നായിട്ട് ഇങ്ങനെ ഇട്ട് തിളയ്ക്കുമ്പോൾ നമ്മൾ ഓരോ പീസ് മീൻ കഷ്ണങ്ങൾ പറക്കിയിടാം.
എന്നിട്ടിത് ജസ്റ്റ് ഒന്ന് ഇളക്കി വെക്കാം, പൊടിക്കല്ലേ. അരപ്പ് തിളച്ച് കഴിയുമ്പം എന്നിട്ട് നമുക്ക് തീ സിമ്മിലിട്ടേക്കണം. ഇത് കടന്ന് വറ്റി ശരിയാ, കറക്റ്റ്. ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം ഇപ്പം വേണമെങ്കിൽ. ഞാൻ നോക്കിയായിരുന്നില്ല, കറക്റ്റ്. ഓക്കെ, നമുക്കിത് തിള വന്ന് ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് സിമ്മിലാക്കാം തീ. ഫിഷ് കറി 8 മിനിറ്റ് ആയപ്പം തന്നെ നല്ല എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നു, കണ്ടോ. നല്ലതുപോലെ നല്ല വിളഞ്ഞ നെമ്മീനായിരുന്നു അത്. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു. ഗ്രേവി നിങ്ങൾക്ക് കപ്പയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത്രയും ഗ്രേവി നമുക്ക് ഓഫ് ചെയ്യാം. അല്ലെങ്കിൽ ഗ്രേവി പറ്റിക്കണമെങ്കിൽ ഇച്ചിരി കൂടെ പറ്റിക്കാം. ഉണ്ടോ, നല്ല ഇങ്ങനെ വേണം. ഇതാണ് മീൻ കറിയാണ്, കറക്റ്റ്. ഇതാണ് എൻ്റെ പരുവം, എണ്ണ തെളിഞ്ഞ, കണ്ടോ. അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റാണ്. പിന്നെ ചെയ്ത് നോക്കിയിട്ട് കമൻസ് പറയണം. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നിങ്ങളുടെ വിലയേറെ എഫ്റ്റാണ് ഞങ്ങളുടെ പ്രോത്സാഹനം. അപ്പം ഓക്കെ, ഗോഡ് ബ്ലസ് യു ആൾ. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇനി പച്ച വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിക്കാം, ഓപ്ഷനിലാണ്. പക്ഷെ വേണ്ടതാണ്. ഇപ്പം തന്നെ നല്ല കണ്ടോ, ഇതിൻ്റെ തന്നെ മീൻ്റെയും എണ്ണയെല്ലാം നല്ല വന്നിട്ടുണ്ട്, കണ്ടോ. പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലൊക്കെ വേണമെങ്കിൽ ഇടാം. വേണമെങ്കിൽ കുറച്ച് പിന്നെ ഉലുവാപ്പൊടി വേണമെങ്കിൽ ചേർക്കാം. അതൊക്കെ ഓപ്ഷനിലാണ്, പക്ഷെ ഒന്നും ചേർക്കുന്നില്ല. അപ്പം നല്ല ടേസ്റ്റ് എല്ലാം കറക്റ്റ്, പാകത്തിന് ഉപ്പും എല്ലാം കറക്റ്റ്, എരിയും എല്ലാം കറക്റ്റ്. ഓക്കെ, താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മീൻകറിയൊക്കെ റെഡിയായി. കപ്പയും മീൻകറിയായിട്ട് കഴിക്കാൻ പോവുക. അപ്പം എല്ലാവരും വന്നാൽ എല്ലാവർക്കും തരാം. നല്ല മീൻകറിയാണ്, നല്ല മീൻകറി, നല്ല കപ്പയും. ഓക്കേ.